നിറയെ എങ്ങനെയുണ്ട് സ്ക്വിഡ് റോസ്റ്റ്? സൂപ്പർ. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഹരി. ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. ഞാൻ എൻ്റെ ഓഫ് ഡേയ്സിലാണ് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള കറികളൊക്കെ വയ്ക്കാറ്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ കറിയാണ് സ്ക്വിഡ് റോസ്റ്റ്, അല്ലെങ്കിൽ നമ്മുടെ കണവ റോസ്റ്റ്. നമ്മുടെ നാട്ടിലൊക്കെ ഇതിനെ കണവ എന്ന് പറയും. ഓരോ സ്ഥലത്ത് ഓരോ പേരായിരിക്കും. തിരുവനന്തപുരത്ത് ഇതിനെ കണവ എന്നാണ് പറയുന്നത്. ഇത് ട്യൂബ് സ്ക്വിഡാണ്. ഇത് ഡെൻസിലും അൽദിയിലും സൂപ്പർ വാലിയിലും എല്ലായിടത്തും അവൈലബിൾ ആണ് ഇവിടെ. അപ്പോൾ സ്ക്വിഡ് ഡീഫ്രോസ്റ്റ് ആവാൻ വേണ്ടി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചു. അത് ഡീഫ്രോസ്റ്റായി വരുന്ന സമയത്ത് ബാക്കി സാധനങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതിനെ റോസ്റ്റ് ആക്കാനാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ അതിനായി ഞാൻ ഒരു 3 സവാളയും 1 വെളുത്തുള്ളിയും 1 പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. എല്ലാം നന്നായി ക്ലീൻ ആക്കിയതിന് ശേഷം നമുക്കിതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എല്ലാം കട്ട് ചെയ്തതിന് ശേഷം ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഓൾ ഗരം മസാല, പെരിഞ്ചീരകം, ഇഞ്ചി, വെളുത്തുള്ളി അതെല്ലാം ഇട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച് സവാള ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച സ്ക്വിഡ് ഡീഫ്രോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് റിംഗ് ആയിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. എല്ലാം കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ കുറച്ച് പെരിഞ്ചീരകത്തിൻ്റെ പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. മിനിമം ഒരു 15 മിനിറ്റ് വയ്ക്കണം. അതിനുശേഷം ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ഓവർ ഫ്രൈ ഒന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രൈ എടുത്താൽ മതി. സവാള നല്ലപോലെ വഴണ്ട് വന്നതിന് ശേഷം അതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മസാല പൊടികൾ ഇടുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കുക. ഫ്ലെയിം കൂടുതലാണെങ്കിൽ മസാല കരിയാൻ ചാൻസ് ഉണ്ട്. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ റോസ്റ്റ് മസാല റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സ്ക്വിഡ് ഇട്ട് കൊടുക്കാം. ഇനി നല്ലപോലെ എല്ലാം മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് നേരം ഒന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. സ്ക്വിഡ് പെട്ടെന്ന് കുക്കാവുന്ന ഒരു സീ ഫുഡാണ്. സ്ക്വിഡ് റോസ്റ്റ് ഇതാ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ്. നല്ല ചൂട് ചോറും ഞാൻ ഉണ്ടാക്കിയ സ്ക്വിഡ് റോസ്റ്റും പിന്നെ അൽദിയിൽ നിന്ന് വാങ്ങിയ കുറച്ച് കട്ട തൈരും ഉണ്ടായിരുന്നു. അതും കൂട്ടി ഞാനൊന്ന് കഴിച്ചു നോക്കി. എനിക്ക് ഒരുപാട് ഇഷ്ടമായി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളും ഇടയ്ക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കൂ. വീട്ടിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റോസ്റ്റ് റെസിപ്പിയാണ്. ഈവനിങ് കുഞ്ഞൂസിനെ കാണാൻ വേണ്ടി മെറീന, ഐശ്വര്യയും പിസ്സ വാങ്ങി വീട്ടിൽ വന്നിരുന്നു. സ്ക്വിഡ് റോസ്റ്റും കൂട്ടി ചോറും കഴിച്ചിട്ടാണ് അവർ പോയത്. നല്ല അഭിനയം. മെറീന എങ്ങനെയുണ്ട് സ്ക്വിഡ് റോസ്റ്റ്? സൂപ്പർ. ജെനുവിനാണോ കമന്റ്? അടിപൊളി. ഐശ്വര്യ എങ്ങനെയുണ്ട്? കുഞ്ഞൂസേ അവര് പറഞ്ഞ കമന്റ് ജെനുവിനാണോ? നിനക്കെന്ത് തോന്നുന്നു? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത അയർലൻഡ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.